23ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. 2 ദിവസത്തെ സന്ദർശന വേളയിൽ പ്രാദേശിക, ആഗോള വിഷയങ്ങളിൽ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയും ഇന്നു തന്നെയുണ്ടാകും. സജു വിശദാംശങ്ങൾ നൽകും. സജു, വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനം കൂടിയാണ് റഷ്യൻ പ്രസിഡന്റിന്റേത്. സ്വാഭാവികമായിട്ടും ഇറക്കുമതി തീരുവ അടക്കമുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുക? ഏതൊക്കെ സുപ്രധാന കരാറുകൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യ? ജിൽസി, 4 വർഷങ്ങൾക്കിപ്പുറമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. 23ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിക്ക് വേണ്ടിയാണ് ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുന്നത്. രാജ്യതലസ്ഥാനത്ത് വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വിവിധ ഉപകരാറുകളും അതോടൊപ്പം തന്നെ വിവിധ മേഖലയിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് എണ്ണ വ്യാപാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ തോതിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പടലപ്പിണക്കം നമ്മൾ കണ്ടതാണ്. ലോകം അത് വിലയിരുത്തിയതാണ്. അതിന്റെ പേരിൽ വലിയ തോതിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ വീർപ്പുമുട്ടിച്ചത്. ഈ സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനം ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. 2030 കൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ബന്ധത്തിലുള്ള സാമ്പത്തിക മെച്ചം $100 ബില്യൺ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി നിലകൊള്ളുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖല, അതോടൊപ്പം തന്നെ മറ്റു അന്താരാഷ്ട്ര മേഖലകളിലും അതോടൊപ്പം തന്നെ വ്യാപാര മേഖലകളൊക്കെ പുതിയ നീക്കുപോക്കുകൾക്കായിട്ടുള്ള ഒരു ഉഭയകക്ഷി ചർച്ചകളാണ് ഇന്ന് പ്രധാനമായിട്ട് അല്ലെങ്കിൽ നാളെ പ്രധാനമായിട്ട് നടക്കാൻ പോകുന്നത്. വൈകിട്ട് ഇന്ത്യയിലെത്തുന്ന റഷ്യൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ അദ്ദേഹം ഒരു പ്രത്യേക വിരുന്നിനൊക്കെയും ക്ഷണിച്ചിട്ടുണ്ട്. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പ്രധാനമായിട്ടും പുരോഗമിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, ആരോഗ്യം, സംരക്ഷണം, അതോടൊപ്പം തന്നെ അക്കാദമിക് വിഷയങ്ങളടക്കമുള്ളവയിലാണ് വിവിധ മേഖലകളിലെ ചർച്ചകൾ നടക്കുക. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വിവിധ കരാറുകൾ നാളത്തെ ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ വ്യാപാര മേഖലയോടൊപ്പം തന്നെ ആയുധ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ. നമുക്കറിയാവുന്നതുപോലെ റഷ്യയുടെ S-400 അടക്കമുള്ള വിവിധ ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് ആയുധങ്ങൾ ഇന്ത്യ വാങ്ങിയതാണ്. അത്തരത്തിൽ പുതിയ ചില ആയുധങ്ങൾ വാങ്ങുന്നതിനടക്കമുള്ള വിമാനങ്ങൾ അടക്കം വാങ്ങുന്നതിനുള്ള കരാറുകളിലും ഇന്ത്യയും റഷ്യയും തമ്മിൽ ഏർപ്പെടാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന്റെ പ്രാരംഭ നടപടി എന്ന വണ്ണമുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ നടന്നിരിക്കുകയാണ്. ഇന്ന് എത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നാളെ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും കൂടുതൽ ബന്ധം ശുഭകരമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കരാറുകളിൽ ഒപ്പുവെക്കുക. ശരി, സജു തോമസ് ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.